ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങളും പരിചയസമ്പന്നരും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവരാണ് പട്ടികയിലുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പട്ടിക പുറത്തുവിട്ടത്. ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ MLA-മാർ തയ്യാറെന്നും പാർലമെന്റിൽ LDF-ന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമെന്നും കോടിയേരി 2004 കേരളത്തിൽ കോൺഗ്രസിൽ ഒരു സീറ്റ് പോലും ജയിച്ചിരുന്നില്ല. ആ 2004 കേന്ദ്രത്തിൽ BJP-യെ താഴത്തിറക്കി ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന് 18 സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിലാണ്. ഇത്തവണയും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചായിരിക്കും മോദി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. CPIM-ന്റെ 16-അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുമ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. AKG സെന്ററിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ജീവൻ ചേരുന്നു. വിശദാംശങ്ങളിലേക്ക് ജീവൻ. പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്ന വനിതകളും ഉൾപ്പെടുന്ന തലയെടുപ്പുള്ള സ്ഥാനാർത്ഥി പട്ടിക എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? LDF-ലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതിന് ഇന്നലെയോടുകൂടി പൂർത്തിയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CPIM-ന്റെ വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്ത ശേഷം 16 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ CPIM പുറത്തുവിട്ടിരിക്കുന്നത്. യഥാക്രമം അത് ഇങ്ങനെയാണ്. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂര് PK ശ്രീമതി ടീച്ചർ സിറ്റിംഗ് MP ആണ്. അതോടൊപ്പം വടകരയിൽ P ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ P ജയരാജനാണ് വടകരയിൽ ജനവിധി നേടുക. കോഴിക്കോട് A പ്രദീപ് കുമാർ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നിലവിൽ 3 തവണയായി കോഴിക്കോട് നിന്നും ജനപ്രതിനിധിയായി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. പൊന്നാനിയിൽ PV അൻവർ നിലമ്പൂർ MLA ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും അടക്കം വോട്ട് കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. മലപ്പുറത്ത് VP സാനു SFIയുടെ മുൻ SFIയുടെ നിലവിലത്തെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. പാലക്കാട് MP രാജേഷ് സിറ്റിംഗ് MP CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ആലത്തൂർ ഡോക്ടർ PK ബിജു നിലവിലത്തെ സിറ്റിംഗ് MP ആണ്. ചാലക്കുടിയിൽ ഇന്നസെന്റ് ഒന്ന് ഇടപെടുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഈ മത്സര ചിത്രം പൂർണ്ണമാകുന്നു, അതായത് വ്യക്തമാവുകയാണ്. 20-അംഗ സ്ഥാനാർത്ഥിക പട്ടിക വ്യക്തമായി. CPIM-ന്റെ 16-അംഗ പട്ടികയാണ് അല്പം മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുൻതൂക്കത്തോടുകൂടി മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചു പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ CPM വ്യക്തമായി സംഘടനാ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി ഒരു ശബ്ദവുമില്ലാതെ ഒരു അപസ്വരവുമില്ലാതെ ഐകകണ്ഠേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു മുൻതൂക്കം ആദ്യ പ്രഖ്യാപനത്തിൽ തന്നെ LDF-ന് ലഭിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചും വളരെ പ്രധാനം. നരേന്ദ്രമോദി വീണ്ടും തിരിച്ച് 5 വർഷക്കാലം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് ആവാതിരിക്കണമെങ്കിൽ BJP-യെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു നിലപാട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ BJP എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പ്രസക്തമായ ഒരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ല. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. ആ മത്സരത്തിൽ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2004 പോലെ ഭൂരിപക്ഷം സീറ്റല്ല, പരമാവധി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ മുഴുവൻ സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കാൻ വർദ്ധിപ്പിക്കാൻ അത് തീർച്ചയായിട്ടും അത്യാവശ്യവുമാണ്. ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്നാണ് CPIM കാണുന്നത്. ആ മതനിരപേക്ഷ ഗവൺമെന്റ് തന്നെ
ശരിയായ ദിശാബോധം നൽകാൻ 2004 ചെയ്തതുപോലെ, ഒന്നാം UPA ഗവൺമെന്റ് ചെയ്തതുപോലെ ഫലപ്രദമായിട്ട് അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെന്റിൽ അത്യാവശ്യമാണ്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത്. അത് നിർവഹിക്കാനാവുന്ന രീതിയിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി നിർണയവും ഇപ്പോൾ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും നടന്നിട്ടുള്ളത്. പ്രഗത്ഭരായിട്ടുള്ള, കഴിവുള്ള, കഴിഞ്ഞ കാലം ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ജനപ്രതിനിധികളാവാൻ ഒന്നുകൊണ്ടും ഈ കേരളത്തിന് സാധിക്കുന്ന, അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളെയെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടനാപരവും രാഷ്ട്രീയവും ക്യാമ്പയിനും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഇനി അങ്ങോട്ട് കേരളത്തിൽ നടക്കാൻ പോവാണ്. ഒറ്റ മനസ്സായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സജീവമായിട്ട് മുന്നോട്ടേക്ക് നയിക്കും. അതുവഴി ഇന്ത്യക്ക് മാതൃകയാവുന്ന ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഉൾക്കരുത്ത് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി കേരളത്തിൽ നിന്നുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ സ്ഥാനാർത്ഥിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലുള്ള സ്ഥാനാർത്ഥികളാണെന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വലിയ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വിജയമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ, അതായത് വനിതകൾക്ക് അവസരം, പ്രാതിനിധ്യം, അതുപോലെ തന്നെ യുവാക്കൾ, പുതുമുഖങ്ങൾ, പരിചയ സമ്പന്നർ, വിജയം മാത്രമാണ് മാനദണ്ഡം. ഈ വിജയത്തിന് മുൻതൂക്കം നൽകി തലയെടുപ്പുള്ള, പരിചയസമ്പന്നരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യവും പാലിച്ചിട്ടാണ് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, എന്തൊക്കെയാണോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് CPIM തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതൊക്കെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന SFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ മഹിളാ സഖാക്കൾ വിജയസാധ്യതയുള്ള 2 മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൃത്യമായിട്ട് കണക്കെടുത്തുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് കേരളത്തിൽ തയ്യാറാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിജയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിച്ചു വരുന്നതിന് വേണ്ടി സാധിക്കുന്ന സ്ഥാനാർത്ഥി നിർണയമാണ് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാനദണ്ഡങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. നല്ല ഒരു രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളത് വളരെയേറെ ആവേശം നൽകുന്ന ഒന്നാണ്. ജനങ്ങൾ ആ രീതിയിൽ ഇതിനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമാണ് ഗോവിന്ദൻ മാസ്റ്റർ. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചത്. അതായത് ആലപ്പുഴയിലെ മത്സര ചിത്രവും ഇപ്പോൾ വ്യക്തമാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും മാവേലിക്കരയിലെയും ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ആണ് AM ആരിഫിനെയാണ് ആലപ്പുഴയിൽ CPM മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. അതായത് നിലവിൽ അദ്ദേഹം നിയമസഭാ സാമാജികനാണ്. അദ്ദേഹത്തെ തന്നെ അരൂരിലെ MLA ആണ്. അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് CPM ഇറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് മാവേലിക്കരയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് മത്സരത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ മുൻതൂക്കത്തെ, സാധ്യതകളെ സംബന്ധിച്ച് നമ്മുടെ റിപ്പോർട്ടർ ഷാജഹാൻ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ അവസരത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ മുൻതൂക്കം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? നിർമ്മൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തിന് വളരെയധികം മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, കരുനാഗപ്പള്ളി. ഇതില്
ഹരിപ്പാട് മാത്രമാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. ബാക്കി ഈ മുഴുവൻ മണ്ഡലങ്ങളിലും LDFന്റെ സ്ഥാനാർത്ഥികളാണ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോട് വിജയിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന AM ആരിഫ് അരൂർ MLA ആണ്. 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇത്തവണ ജയിച്ചിരിക്കുന്നത്. 2006 കന്നി അംഗത്തിൽ അദ്ദേഹം അരൂരിൽ KR ഗൗരിയമ്മ എന്ന UDFനോടൊപ്പമായിരുന്നു. KR ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അരൂരിലെ സ്ഥാനാർത്ഥി AM ആരിഫ് MLA ആയിട്ട് മാറുന്നത്. അതിനുശേഷം അദ്ദേഹം 2006 ശേഷം 2011 അദ്ദേഹം അവിടെ വിജയിക്കുകയായിരുന്നു. ഇതും ഹാട്രിക് വിജയമാണ് അവിടെ ആരിഫ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത്. എന്തായാലും വളരെ അധികം അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണയും ഒരു 10,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. അങ്ങനെയാണ് ഇത്തവണ അദ്ദേഹത്തിന് 38,519 ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. ഏറ്റവും ഒടുവിൽ 2016 ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വളരെ ജനകീയനുമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ആലപ്പുഴയിൽ പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ 2 തവണയായിട്ട് വിജയിച്ചു വന്നിരുന്ന ആലപ്പുഴ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ആയിരുന്നു. അദ്ദേഹത്തെ ഇത്തവണയും മത്സരിപ്പിക്കുമെന്ന് തന്നെയായിരുന്നു പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ആരിഫ് സ്ഥാനാർത്ഥിയായതോടുകൂടി അത്തരത്തിലുള്ള പാർട്ടി വൃത്തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചർച്ചകൾക്ക് ഒരു ശമനം വന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ന്യൂനപക്ഷ വോട്ടുകളാണ് കൂടുതലായിട്ടും KC വേണുഗോപാലിനെ പല ഘട്ടങ്ങളിലും സഹായിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ പാർട്ടിക്കുള്ളിൽ അനവധി പ്രശ്നങ്ങളുണ്ട്. കാര്യം കോൺഗ്രസിനുള്ളിൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തിനിടയിൽ DC മെമ്പറായിട്ടുള്ള 2 പേർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇവരെല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിയത് KC വേണുഗോപാലിന്റെ ഏകാധിപത്യം എന്നുള്ളൊരു വിഷയത്തിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ രാജിവെച്ചു പോകുന്നത്. ഇത്തരത്തിൽ KC വേണുഗോപാലിന് വിജയസാധ്യത ഇത്തവണ വളരെ കുറവാണ് എന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ രഹസ്യമായിട്ട് നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ആരിഫ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ വാശിയേറിയ ഒരു മത്സരമായിരിക്കും ആലപ്പുഴയിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ ചിറ്റയം ഗോകുമാറാണ്. അദ്ദേഹവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിനും വളരെയധികം വിജയ സാധ്യതയാണ് നമുക്ക് മാവേലിക്കര മണ്ഡലത്തിലും കാണാൻ സാധിക്കുന്നത്. ഷാജഹാൻ, ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും 2 ജനപ്രിയരായ MLA-മാരാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. അതായത് ഷാജഹാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്നി അംഗത്തിൽ കേരളത്തിന്റെ തലമുതിർന്ന നേതാവായിരുന്ന KR ഗൗരിയമ്മയെ തോൽപ്പിച്ചാണ് AM ആരിഫ് നിയമസഭയിലെത്തുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ ജനപ്രിയനായ നേതാവാണ്. അത്തരത്തിലുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ട തലയെടുപ്പുള്ള ഒരു പുതിയ തലമുറയിലുള്ള ഒരു നേതാവിനെ തന്നെ CPM LDF സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കുക വഴി മറുഭാഗത്തെ സംബന്ധിച്ച് ഷാജഹാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ സ്ഥാനാർത്ഥി ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നിലവിലുള്ള സിറ്റിംഗ് MPക്കെതിരെ വലിയ അപസ്വരങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. ആ ഘട്ടത്തിലാണ് 2 ജനകീയ MLA-മാരെ തന്നെ CPM ജില്ല പിടിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷാജഹാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ വയനാടിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ നമ്മോടൊപ്പം ചേരുകയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചുള്ള ചിത്രം വ്യക്തമായി. ഇടതുപക്ഷം അംഗത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മോദി സർക്കാരിനെതിരെ, ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള പോരാട്ടം, കേരളത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു, പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മുന്നണികൾ ചർച്ച പോലും ആരംഭിക്കുന്നതിന് മുമ്പ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അംഗത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ വിജയസാധ്യത സംബന്ധിച്ച് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ, എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം, ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ ആദ്യം ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? ആദ്യഘട്ടത്തിലെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്വമാണ്. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷ മെമ്പർമാരുടെ സാന്നിധ്യമാണ് അതിന്റെ ഗ്യാരണ്ടി. കഴിഞ്ഞ കാലങ്ങളിൽ 1ാം BJP ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൊണ്ടും സ്വാധീനം കൊണ്ടുമാണ് അന്നത് സാധ്യമായത്, കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കൊണ്ടല്ല. ഇപ്പോ അതിനേക്കാൾ കൂടുതൽ കടുത്ത വർഗീയ ഫാസിസ്റ്റ് നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന
ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വം കടമ നിറവേറ്റാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും അധികം ഉയർന്നു വരേണ്ട കാലഘട്ടമാണ്. അത് പ്രബുദ്ധരായ കേരളത്തിലെ സാക്ഷരരായ കേരളത്തിലെ വോട്ടർമാർ ആ ഉത്തരവാദിത്വം 2004 നിറവേറ്റിയതിനേക്കാൾ കൂടുതൽ കരുത്തോടുകൂടി 20 എംപിമാരെയും ഇടതുപക്ഷത്തിന് വിജയിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ വിമർശനങ്ങൾക്കും പരാമർശങ്ങൾക്കും മുതിരുന്നില്ല. ജനപ്രതിനിധി ഇപ്പോൾ അവിടെ നിലവിലില്ലാത്തതുകൊണ്ട്. എന്നാൽ അത് പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വീണ്ടും ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുമ്പോൾ ഈ 10 വർഷക്കാലം ജനങ്ങൾക്കുണ്ടായ ഏറ്റവും പ്രയാസകരമായ ദുരിതപൂർണമായ സാഹചര്യം, ഒരു ജനപ്രതിനിധിയുടെ അസാന്നിധ്യം, അത് നിർബന്ധമായും അവിടെ ചർച്ച ചെയ്യും. ആ രീതിയിലുള്ള ഒരു ജനവികാരം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മറ്റ് 19 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ആകെ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് ഏറ്റവും പ്രത്യേകമായി ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ കർഷക ക്ഷേമ പ്രവർത്തനങ്ങളടക്കം വലിയ മാറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പി സുനീറാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. അതായത് വയനാട് മണ്ഡലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, മോദി സർക്കാരിനെതിരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, UDF ഭരിക്കുന്ന സിറ്റിംഗ് മണ്ഡലമാണ് വയനാട്. അവിടെ മണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള വികസനത്തിലെ പിന്നോട്ട് പോക്ക്, ഇവയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കും, ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് വയനാടിലുള്ളത് എന്നാണ് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി പി സുനീർ അല്പം മുമ്പ് പ്രതികരിച്ചത്. ഇനിയൊരു ഇടവേളയിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായിരിക്കുന്നു. 20 മണ്ഡലങ്ങളിലെയും മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു പടി മുൻപേ കടന്ന് ഇടതുപക്ഷം അംഗത്തട്ടിലേക്ക്. അല്പം മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് AKJ സെന്ററിൽ CPIM-ന്റെ 16 അംഗ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. നേരത്തെ CPI സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി 20 മണ്ഡലങ്ങളിലും CPM-ന്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ പരിഗണനയുമുള്ള, വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള, യുവാക്കൾക്ക് പ്രാതിനിധ്യമുള്ള, അതോടൊപ്പം തന്നെ പരിചയ സമ്പന്നർക്ക് പ്രാതിനിധ്യമുള്ള ഒരു പട്ടിക. ഈ ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ കൺവീനർ A വിജയരാഘവനാണ് ഈ ഘട്ടത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്താണ്? ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കുക എന്നുള്ള നിലയിലുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ദൗത്യ പൂർത്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പൊ അത് പരിശോധിച്ച് അതോടൊപ്പം പാർലമെന്റിൽ കൂടുതൽ ഇടതുപക്ഷ MP-മാർ എത്തിച്ചേരുകയും വേണം. അതിന് ഏറ്റവും വലിയ സംഭാവന കേരളത്തിനാണ് നൽകാൻ കഴിയുക. അപ്പൊ കേരളത്തിൽ നിന്ന് ഇത്തവണ പരമാവധി ഇടതുപക്ഷ മുന്നണിയുടെ MP-മാർ പാർലമെന്റിൽ എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹ്യ കാര്യങ്ങള്, രാഷ്ട്രീയ കാര്യങ്ങള്, ഓരോ നിയോജകമണ്ഡലത്തിന്റെയും സാധ്യതകള്, ഇവയെല്ലാം അതിവിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ പൊതുസമൂഹത്തിലെ ഏറ്റവും മികച്ച 20 പേരെ നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പോൾ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി ചർച്ചകൾ പൂർത്തിയാക്കുന്നു. ഒരു തരത്തിലുള്ള അവസരവും ഉണ്ടാകുന്നില്ല. ഈ കെട്ടുറപ്പുള്ള ഒരു മുന്നണി എന്ന സന്ദേശം കൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്നില്ലേ? ജനങ്ങൾക്ക് ആ സന്ദേശം നൽകുന്നില്ലേ? കാരണം മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല. പടലപ്പിണക്കങ്ങൾ, കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുള്ള ബഹളങ്ങളൊക്കെ നടക്കുമ്പോഴാണ് മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണമായിരുന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് 4 പുതിയ പാർട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വിപുലീകരണം നടത്തി. 10 പാർട്ടികളുള്ള ഒരു മുന്നണിയാണ്. സാധാരണഗതിയിൽ 20 സീറ്റുകളും 10 പാർട്ടികളും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാനിടയിലുള്ള പരിമിതികളുണ്ട്. മത്സരിക്കാനുള്ള താല്പര്യം എല്ലാ പാർട്ടികളുടെയും ഭാഗത്തുണ്ടാവുക എന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഒരു പൊതു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇത്തവണ എന്ന് കണ്ടുകൊണ്ട് എല്ലാ പാർട്ടികളും പരസ്പരം ചർച്ച ചെയ്ത് വലിയൊരളവ് വിട്ടുവീഴ്ചകൾ ചെയ്ത്
ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു. ഒരവസരവുമില്ലാതെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും കഴിഞ്ഞു. എന്നാൽ മറിച്ച് BJP-യിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ മിസോറാമിലെ ഗവർണർ രാജിവെച്ച് തിരുവനന്തപുരത്ത് വരേണ്ടി വരുന്നു എന്നത് തന്നെ. അതൊരു തർക്കത്തിന്റെ ഉത്തരമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെടുത്തി ആ പാർട്ടിക്കകത്ത് തർക്കമുണ്ട്. മുന്നണി ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയാണ്. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ് ലീഗ്. ഇത്തവണ ആ പ്രഖ്യാപനത്തിന് നന്നായിട്ട് വൈകുകയുണ്ടായി. ലീഗിന് ഒരു പുതിയ സ്ഥാനം നൽകില്ല എന്ന് ഖണ്ഡിതമായി കോൺഗ്രസ് പറഞ്ഞപ്പോ നിശബ്ദരായിട്ട് ലീഗുകാർ തിരിച്ചു പോന്നു. സാധാരണ 5ാമത്തെ മന്ത്രിയെ കർശനമായി വാങ്ങിയ ലീഗിന് 3ാമത്തെ സീറ്റിന് വിട്ടുവീഴ്ച ചെയ്യല്ല, പരാജിതരായി തിരിച്ചു പോകേണ്ടി വന്നു എന്ന അനുഭവം നമ്മൾ കണ്ടു. വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണത്. ഒരു സീറ്റ് കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങാനുള്ള കരുത്തില്ലാത്ത നേതൃത്വമാണ് മുസ്ലിം ലീഗിന്റേത് എന്ന് അണികൾക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് കേരള കോൺഗ്രസിനകത്ത് രൂക്ഷമായ തർക്കമാണ്. കേരള കോൺഗ്രസും മുന്നണിയും തമ്മിൽ UDF തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ നിലയിൽ പാർട്ടികൾക്കകത്തെ തർക്കം ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള യോജിപ്പില്ലായ്മയുടെ പ്രശ്നം ഇതെല്ലാം UDF നേരിടുകയാണ്. അപ്പോൾ UDF-ഉം BJP-യും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സന്ദർഭത്തിലാണ് ഒരു പ്രശ്നവുമില്ലാതെ രാഷ്ട്രീയമായ ഇന്നത്തെ ഉന്നതമായ ലക്ഷ്യബോധത്തെ നല്ല നിലയിൽ ഉൾക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് കൃത്യസമയത്ത് തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കാനായി. നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക യഥാസമയം പ്രഖ്യാപിക്കാനായി. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിന്റെ സാമൂഹ്യ പരിച്ഛേദം എന്നുള്ള നിലയിൽ ഏറ്റവും മികവാർന്ന വ്യക്തികളെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിക്കാനും സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പം നിൽക്കുമെന്ന പ്രത്യാശ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും. നന്ദി ശ്രീ വിജയരാഘവൻ. ഇടതുമുന്നണിയുടെ കൺവീനർ A. വിജയരാഘവനാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അതായത് മറ്റ് മുന്നണികളിൽ വലിയ പടലപ്പിണക്കങ്ങൾ തുടരുമ്പോൾ വ്യക്തമായി ചർച്ചകൾ പൂർത്തിയാക്കി വളരെ മുൻപേ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഇനി അംഗത്തട്ടിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മുൻതൂക്കം പിടിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് AKS സെന്ററിൽ അല്പം മുമ്പ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ CPIM-ന്റെ സ്ഥാനാർത്ഥികളെ 16 പേരെയും പ്രഖ്യാപിച്ചത്. പാലക്കാട് മണ്ഡലത്തിൽ MP രാജേഷും അതുപോലെ തന്നെ PK ബിജു ആണ് അവിടെയും പാലക്കാട് ജില്ലയിലെ 2 മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ SFIയുടെ രംഗത്തിലൂടെ സംഘടന രംഗത്ത് വരികയും തുടർന്ന് പാർലമെന്റേറിയൻ രംഗത്ത് വരികയും ചെയ്ത 2 നേതാക്കളാണ്. പരിചയസമ്പന്നരായ 2 പേരെയാണ് 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരിക്കുന്നത്. അവർ തന്നെ നിലവിൽ സിറ്റിംഗ് MP-മാരാണ്. ആലത്തൂരും പാലക്കാടും. വിശദമായ വിവരങ്ങൾ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പാലക്കാട് മണ്ണിലെ ഇത്തവണത്തെ സാധ്യത സംബന്ധിച്ച് പാലക്കാട്ടിലുള്ള റിപ്പോർട്ടർ, നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ സിജു കണ്ണൻ ചേരുന്നു. എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പാലക്കാടിലെ ഇടതുമുന്നണിയുടെ വിജയ സാധ്യതകൾ, മുൻതൂക്കം? പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ വലിയ ഒരു ആവേശം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അണികൾക്കിടയിൽ കാണാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം. LDF സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞു. ഈ 2 മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയമായ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ സഹായിച്ച 2 മണ്ഡലങ്ങളാണ്. പാലക്കാട് മണ്ഡലത്തിൽ തുടർച്ചയായ 3ാം തവണയാണ് MP രാജേഷ് സിറ്റിംഗ് MP രാജേഷ് മത്സര രംഗത്ത് വരുന്നത്. ആദ്യഘട്ടത്തിൽ 2009 മത്സരിക്കുമ്പോൾ 1820 വോട്ടുകൾക്കാണ് MP രാജേഷ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കയറിയത്. രണ്ടാമത് മത്സരിക്കുമ്പോൾ 2014 എത്തുമ്പോൾ തന്റെ ഭൂരിപക്ഷം 1,05,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം, മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാക്കി മാറ്റാൻ MP രാജേഷ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ 3ാം അംഗത്തിനായി MP രാജേഷ് തന്നെ
ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത്. 1957 രൂപീകരിച്ച പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുവരെ നടന്ന 15 തിരഞ്ഞെടുപ്പുകളിൽ 11 തവണയും മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയാണ് എഴുതിയത്. 1970, 80, 84, 91 വർഷങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് മണ്ഡലം UDF-നൊപ്പം നിന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലടക്കം വലിയ രീതിയിൽ ആ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സാരഥി തുടർച്ചയായി 3ാം തവണയും MP രാജേഷ് മത്സരിക്കുമ്പോൾ ശക്തനായ ഒരു സാരഥി എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ വലിയ ഒരു വിജയം തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ സാഹചര്യത്തിൽ അനൌദ്യോഗികമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ മണ്ഡലം കൺവെൻഷൻ നാളെ രാവിലെ പാലക്കാട് നടക്കും. ഇടതും മുന്നണി കൺവീനർ A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. വലിയൊരു വിജയത്തിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പാലക്കാട് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിലും 3ാം തവണയാണ് സിറ്റിംഗ് MP ആയ PK ബിജു മത്സര രംഗത്തേക്ക് വരുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് LDF ഈ ആലത്തൂർ മണ്ഡലത്തിലും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഒരു മണ്ഡലം എന്ന രീതിയിൽ അത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ആലത്തൂരിൽ കഴിഞ്ഞ 25 വർഷമായി നേരത്തെ ഒറ്റപ്പാലം മണ്ഡലമായിരുന്നു. പിന്നീട് മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ആലത്തൂർ മണ്ഡലമായി മാറിയത്. ഈ 2 മണ്ഡലമായിരിക്കുമ്പോഴും കഴിഞ്ഞ 25 വർഷത്തിനിടെ ആലത്തൂർ മണ്ഡലം ഒരിക്കൽ പോലും ഇടതുമുന്നണിയെ കൈവിട്ടിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട്. ആലത്തൂരിന്റെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ഇളകാത്ത കോട്ടയാണ് ആലത്തൂർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരത്തിലൂടെ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ബിജു ജയിച്ചു കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിന്റെ 42 വർഷത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 8 തവണ മണ്ഡലം LDF-നും 4 തവണ UDF-നും അനുകൂലമായി വിധി എഴുതി 3 തവണ മാത്രമാണ് ഈ മണ്ഡലം കൈവിട്ടത്. അത് മുൻ രാഷ്ട്രപതി KR നാരായണൻ മത്സരിക്കുന്ന സമയത്ത് 1984-ലും 89-ലും 91 തിരഞ്ഞെടുപ്പുകളിലുമാണ് ഈ ഹാട്രിക് വിജയമാണ് UDF-ന് ഈ മണ്ഡലത്തിൽ വിജയത്തിന്റെ മധുരം സമ്മാനിച്ച ഒരു ഓർമ്മ. അതിനപ്പുറത്ത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ ശക്തമായി പിന്തുണച്ച ഒരു മണ്ഡലമാണ്. ആദ്യഘട്ടത്തിൽ 2009-ൽ മത്സരിക്കുമ്പോൾ 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PK ബിജു ആലത്തൂരിൽ നിന്ന് ജയിച്ചു കയറിയത്. എന്നാൽ 2014-ൽ എത്തുമ്പോൾ 37,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമായി അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് UDF-ന് ഭൂരിപക്ഷമുള്ളത്. അത് വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ആകെ 100-ൽ താഴെയുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് UDF വിജയിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 90,000-ന് മുകളിൽ, അതായത് PK ബിജു 2014-ൽ വിജയിച്ച ഭൂരിപക്ഷത്തിന്റെ 3 ഇരട്ടിയോളം വരുന്ന ഭൂരിപക്ഷത്തിലാണ് ഈ ഭൂരിപക്ഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ആലത്തൂരുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ സിറ്റിംഗ് MP-മാരാണ് മത്സര രംഗത്ത് വരുന്നത്. ശക്തമായ ഒരു വിജയം പാലക്കാടും അതോടൊപ്പം തന്നെ ആലത്തൂരും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടാകും. ഔദ്യോഗികമായി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രചാരണ പ്രവർത്തനം നാളെ ആരംഭിക്കും. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ഡലം കൺവെൻഷൻ 12-ാം തീയതി വടക്കഞ്ചേരിയിൽ നടക്കും. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള 2 മണ്ഡലങ്ങളാണ് പാലക്കാട്, ആലത്തൂരും പാലക്കാടും. ആ 2 മണ്ഡലങ്ങളിലും കരുത്തുറ്റ 2 യുവാക്കളെ തന്നെ CPIM രംഗത്തിറക്കിയിരിക്കുന്നു. നിലവിലെ MP-മാരാണ്, ജനകീയരാണ്. 3ാം തവണ MP രാജേഷ് പാലക്കാട് മാറ്റുരയ്ക്കുമ്പോൾ ആദ്യം വളരെ 1820 വോട്ടിന് ആദ്യ തവണത്തെ ഭൂരിപക്ഷമെങ്കിൽ പിറ്റേ വർഷം 1,05,000-ലേക്ക് ഭൂരിപക്ഷം കടത്തിയ ആളാണ് MP രാജേഷ്. പാലക്കാട് MP രാജേഷ് മികച്ച പാർലമെന്റേറിയനാണ്. 3ാം തവണയും CPM പാലക്കാട് മണ്ണിനെ നിലനിർത്താൻ MP രാജേഷിനെ നിയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ആലത്തൂരും മുൻ SFI അഖിലേന്ത്യാ ഭാരവാഹി കൂടിയായ PK ബിജുവിനെ തന്നെയാണ് ആലത്തൂർ CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. 2 മണ്ഡലത്തിലെയും CPIM-ന്റെ മുൻതൂക്കത്തെ, ഇടതുമുന്നണിയുടെ മുൻതൂക്കത്തെ സംബന്ധിച്ചാണ് പാലക്കാട് നിന്ന് സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അംഗത്തട്ടിലേക്ക് 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. CPIM-ന്റെ 16 അംഗ പട്ടികയാണ് അല്പം മുമ്പ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി
കോടിയേരി ബാലകൃഷ്ണൻ AK സെന്ററിൽ പത്രസമ്മേളനത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 20 മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികൾ, അതായത് പരിചയ സമ്പന്നർ മുതൽ യുവാക്കൾ, വനിതകൾ, എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യത്തോടു കൂടിയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പട്ടിക. മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച്, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട ചർച്ച പോലും ആരംഭിക്കുന്നതിന് മുമ്പാണ് ഒരു പടി കൂടി കടന്ന് മുൻതൂക്കത്തോടുകൂടി ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. നിലവിലെ സിറ്റിംഗ് MP ആണ്. പരിചയസമ്പന്നരെയും അതുപോലെ തന്നെ യുവാക്കളെയും ഒക്കെ അടങ്ങുന്ന ഒരു പട്ടികയാണ്, തലയെടുപ്പുള്ള പട്ടികയാണ് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ജനവിധി തേടുന്നു. ഈ അവസരത്തിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച്, താങ്കളുടെ വിജയ സാധ്യത സംബന്ധിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറ് സംഭവിച്ചിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ, അതായത് കോഴിക്കോട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറാണ്, ജനകീയനായ MLA. ഈ ജനപ്രതിനിധി എന്ന നിലയിൽ പേര് കേട്ട, കഴിവ് തെളിയിച്ച പ്രദീപ് കുമാറിനെയാണ് പഴയ DYFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന മികവുറ്റ ഭരണകർത്താവ് കൂടിയായിട്ടുള്ള പ്രദീപ് കുമാറാണ് കോഴിക്കോട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടുള്ള ഇടതുമുന്നണിയുടെ സാധ്യത സംബന്ധിച്ച് നമ്മുടെ റിപ്പോർട്ടർ ലതീഷ് ചേരുന്നു. എന്താണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കോഴിക്കോടിന്റെ പ്രതീക്ഷ? കോഴിക്കോട് സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാറാണ് സ്ഥാനാർത്ഥി. നിലവിൽ MLA ആണ്, ജനകീയനായ MLA ആണ്. DYFI രംഗത്തിലൂടെ സംഘടനാ രംഗത്ത് വരികയും പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനായി MLA ആയി പ്രവർത്തിക്കുന്ന ജനകീയനായ MLA ആണ്. നിരവധി വികസന മാതൃകകൾ സ്വന്തം മണ്ഡലത്തിൽ തെളിയിച്ച പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. CPIMന്റെ സ്ഥാനാർത്ഥിയായി, LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാർ കോഴിക്കോട് ജനവിധി തേടുമ്പോൾ എന്താണ് കോഴിക്കോടിന്റെ പ്രതീക്ഷ? ലതീഷ് ചേരുന്നു. ലതീഷ്, എന്താണ് വിശദാംശങ്ങൾ? സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച പ്രഖ്യാപനം വന്നു. അതിൽ ആദ്യ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഇന്നസെന്റിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഇന്നസെന്റിന്റെ പ്രതികരണത്തിലേക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ഇപ്പോഴാണ് അല്ലേ പ്രഖ്യാപിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് സത്യം. അന്ന് എനിക്കൊന്നും പറയാനില്ല. വെറുതെ ഒരു സിനിമാ നടനായി വന്ന് നിന്നവനാണ് ഞാനിവിടെ. അന്ന് എന്നെ കാണാൻ വന്നിരുന്നവരും ഇയാൾ സ്ഥിരം നമ്മൾ കാണാറുള്ള സിനിമാ നടൻ, അങ്ങനെയാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. ഇന്ന് കാണുമ്പോൾ അന്ന് ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ പാർട്ടിക്കാർ എന്തു പറയുന്നു അതൊക്കെ ഞാൻ തലകുലുക്കി കേൾക്കും. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. പക്ഷെ നടക്കും എന്നുള്ളതും ഇപ്പം മനസ്സിലായി. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ പ്രതികരണമാണ് നാം കണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ പ്രതികരണമാണ് ഇന്നസെന്റ് നടത്തിയത്. വിജയപ്രതീക്ഷയോടുകൂടി വീണ്ടും ഇന്നസെന്റ് കളത്തിലിറങ്ങുന്നു. ജനങ്ങൾ തന്നെ അംഗീകരിക്കും എന്നാണ് ഇന്നസെന്റ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലം പിടിക്കാൻ പ്രദീപ് കുമാറിനെയാണ് LDF നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാർ രംഗത്തിറങ്ങുമ്പോൾ ജനകീയനായ MLA, നിരവധി വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രദീപ് കുമാറിന്റെ വികസന നേട്ടങ്ങൾക്കുള്ള ഒരു ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമോ എന്നതാണ് ചോദ്യം. കോഴിക്കോട് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ലതീഷ് ചേരുന്നു. എന്താണ് സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യ പട്ടിക വരുമ്പോൾ കോഴിക്കോടിന്റെ പ്രതീക്ഷ? ലതീഷ്. നിർഭൻ, പ്രദീപ് കുമാർ MLA നിലവിലെ കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDFന്റെ കൈവശമാണ്. അത് പിടിച്ചെടുക്കുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് CPIM LDF പ്രദീപ് കുമാറിന്റെ മേൽ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം
പ്രകടിപ്പിച്ചത്. പ്രദീപ് കുമാർ നിലവിൽ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 2006 മുതൽ അദ്ദേഹം കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധിയാണ്, MLA ആണ്. 2006 കോഴിക്കോട് 1 ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2011-ലും 2016-ലും മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011-ലും 2016-ലും കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തെയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. SFIന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അതേപോലെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വഹിക്കുകയുണ്ടായി. പിന്നീട് യുവജന രംഗത്ത് ശ്രദ്ധേയമായ പോരാട്ടങ്ങൾക്ക്, യുവജന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു നേതാവ് കൂടിയാണ് പ്രദീപ് കുമാർ. DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഒപ്പം കോഴിക്കോട് ജില്ലയിൽ സെക്രട്ടറിയായും DYFIയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായും അദ്ദേഹം ചുമതലയിൽ ഇരുന്നിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ചെയർമാനായി അദ്ദേഹം വിദ്യാർത്ഥി ജീവിതകാലത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഫുട്ബോൾ അസോസിയേഷന്റെ, കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ഈ നാദാപുരത്തുകാരനായ പ്രദീപ് കുമാർ. കഴിഞ്ഞ 10 വർഷം കോഴിക്കോട് വികസനം ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ പാഴായി പോയ 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യമാണ് LDF ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനകം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF നേതാക്കൾ തന്നെ ആദ്യ റൗണ്ട് പ്രചരണം നടത്തി കഴിഞ്ഞു. കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിൽ പ്രദീപ് കുമാർ MLA-യുടെ നേതൃത്വത്തിലായിരുന്നു പാഴായി പോയ 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള LDF-ന്റെ പ്രചരണ ജാഥ നടന്നത്. ഇതിലൊക്കെ വലിയ ജനമുന്നേറ്റം, ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം കോഴിക്കോട് നടക്കും. എന്നാൽ വിജയം LDF-നൊപ്പമായിരിക്കുമെന്നാണ് പ്രദീപ് കുമാർ പറഞ്ഞത്. നമുക്കറിയാം, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ തവണയും UDF-നൊപ്പം നിന്ന ഒരു ചരിത്രമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിനുള്ളത്. എന്നാൽ EK എംപിയും MP വീരേന്ദ്രകുമാറും അടക്കമുള്ള മുതിർന്ന LDF-ന്റെ നേതാക്കളെ പാർലമെന്റിൽ എത്തിച്ച ചരിത്രവും കോഴിക്കോടിന് ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും കൂടുതൽ സന്ദർഭങ്ങളിലും UDF പ്രതിനിധീകരിച്ച ഒരു മണ്ഡലം ശക്തമായ പോരാട്ടത്തിലൂടെ LDF പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട് ജില്ല മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല എന്നും ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. നിലവിൽ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലം മാത്രമാണ് UDF-ന്റെ കൈവശമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 92,000-ൽ പരം വോട്ടിന് LDF മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലവിൽ കോഴിക്കോട്. കൂടാതെ LJD, അതേപോലെ തന്നെ INL തുടങ്ങിയ കക്ഷികൾക്ക് സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം. അവരുടെ കടന്നുവരവും LDF-നെ കൂടുതൽ ശക്തിപ്പെടുത്തും. അത്തരത്തിൽ LDF-ന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ, ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥിയെ, ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ മണ്ഡലം നഷ്ടമായ സാഹചര്യത്തിൽ നിന്ന് കോഴിക്കോട് തിരിച്ചു പിടിക്കാനുള്ള ശക്തനായ പോരാളിയെ രംഗത്തിറക്കുക എന്നത് തന്നെയാണ് പ്രദീപ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ LDF സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നത്. രതീഷ്, കഴിഞ്ഞ 10 വർഷത്തെ വികസന മുരടിപ്പിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ നല്ല സന്ദേശം. സ്വന്തം മണ്ഡലത്തിലെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസുകൾ കൊണ്ടുവന്ന ഒത്തിരി വികസന നേട്ടങ്ങൾ മാതൃകയാക്കി സമൂഹത്തിന് മുന്നിൽ മറ്റ് MLA-മാർക്ക് പോലും ജനപ്രതിനിധികൾക്ക് പോലും മാതൃകയായി മാറിയ പ്രദീപ് കുമാറിനെ പോലെയുള്ള ഒരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നല്ലൊരു സാമാജികനായ പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് മണ്ഡലം പിടിക്കാൻ ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ല സന്ദേശം. ഇപ്പോൾ കണ്ണൂരിലെ വിശദാംശങ്ങൾ, കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. കണ്ണൂരിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള PK ശ്രീമതി തന്നെയാണ് മാറ്റുരയ്ക്കുന്നത്. PK ശ്രീമതി ജനകീയ ജനപ്രതിനിധിയാണ്. മുൻപ് കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ പേരെടുത്ത
ജനപ്രതിനിധിയാണ്. ആ നിലയിലൊക്കെ ഭരണകർത്താവ് എന്ന നിലയിൽ പേരെടുത്തയാൾ, മണ്ഡലത്തിൽ നല്ല ബന്ധമുള്ള ആൾ, അതോടൊപ്പം തന്നെ പാർലമെന്റേറിയൻ എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ നേതൃത്വം നൽകുന്ന PK ശ്രീമതിയെ തന്നെ വനിതാ പ്രാതിനിധ്യം എന്ന ഒരു വലിയ പങ്കുകൂടി PK ശ്രീമതിക്കുണ്ട്. PK ശ്രീമതിയെ കണ്ണൂരിൽ വീണ്ടും നിർത്തുക വഴി വീണ്ടും ഇടതുപക്ഷം മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന സന്ദേശമാണ് നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ കണ്ണൂരിന്റെ വിജയ സാധ്യത സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ്? നൃപൻ, കഴിഞ്ഞ തവണ UDF നിന്നും പിടിച്ചെടുത്ത കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ ഇത്തവണയും PK ശ്രീമതി ടീച്ചർ സിറ്റിംഗ് MPയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചറെയാണ് CPIM നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നിന്നും ശ്രീമതി ടീച്ചർ കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDFന് 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായിട്ടും ശ്രീമതി ടീച്ചർക്ക് ഇവിടെ ഈ അനുകൂല ഘടകമായി കണ്ണൂർ മണ്ഡലത്തിൽ മാറുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ശ്രീമതി ടീച്ചർ കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചറുടെ ജനകീയ മുഖവും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ CPIMന് വലിയ ഒരു ശക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത്. അതായത് 50 കോടി രൂപയുടെ റെയിൽവേ വികസനം മാത്രം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായി. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന നിരവധി നേട്ടങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ PK ശ്രീമതി ടീച്ചർക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്ര റോഡ് ഫണ്ട് ലഭ്യമാക്കിയ ഒരു ലോക്സഭാ മണ്ഡലവും കണ്ണൂരായിരിക്കും. അത്തരത്തിൽ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ശ്രീമതി ടീച്ചർ വോട്ടർമാരെ വീണ്ടും സമീപിക്കുന്നത്. സന്തോഷ്, കഴിഞ്ഞ തവണ മണ്ഡലം UDF നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു. ആ മണ്ഡലം വീണ്ടും നിലനിർത്താൻ PK ശ്രീമതിയെ തന്നെയാണ് ഇപ്പോൾ പുതിയ വിവരം. P ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. P ജയരാജന്റെ ആദ്യ പ്രതികരണത്തിലേക്ക്. വടകരയിലെ LDFന്റെ സ്ഥാനാർത്ഥിയാണ് P ജയരാജൻ. P ജയരാജന്റെ പ്രതികരണത്തിലേക്ക്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്റെ പേരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഇപ്പോഴേ ഒരു കാര്യം പറയാനുള്ളത്, വടകര മണ്ഡലം LDF തിരിച്ചുപിടിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വടകര മണ്ഡലത്തിൽ LDF ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാജ്യത്തുടനീളം ശക്തിപ്പെടേണ്ടത്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും വലിയ വെല്ലുവിളിയാണ് 5 വർഷത്തെ BJP ഭരണം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ചെറുത്തു പരാജയപ്പെടുത്താൻ ഫലപ്രദമായ ഒരു ശക്തി ഇടതുപക്ഷമാണ്. കോൺഗ്രസ് വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. RSS BJP അനുകരിക്കുകയാണ് പലപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തെ മതഭ്രാന്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന RSS BJP എതിർക്കാൻ ആശയദാർഢ്യത്തോടുകൂടി നിലകൊള്ളുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വടകര മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് നിരവധി ആളുകളാണ് വിളിച്ച് പിന്തുണയും സഹായവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ള എല്ലാവരോടും ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരോട് എനിക്കൊരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തില് അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന കാലമാണ്. കഴിഞ്ഞ വർഷം താരതമ്യേന
മഴ കിട്ടിയിരുന്നു. ഇത്തവണ ശക്തമായിട്ടുള്ള ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി LDF വീടുകളിൽ പോകുന്ന അവസരം ഓരോ പ്രദേശത്തെയും ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കുടിവെള്ള വിതരണ പദ്ധതി ഏറ്റെടുക്കണം എന്ന് LDF പ്രവർത്തകന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വോട്ടഭ്യർത്ഥനക്കൊപ്പം ജനസേവനവും നടത്താൻ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. കുടിവെള്ളം കിട്ടാത്ത മേഖലയിൽ കുടിവെള്ള വിതരണം ഏറ്റെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ജനസേവനത്തിന്റെ നാനാ തുറകളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എല്ലാ പ്രവർത്തകന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരം നടക്കാൻ വടകര മണ്ഡലത്തിലും ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കും. അതിന്റെ ഫലം സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളാണ്. ഇന്നിപ്പോ അനശ്വര രക്തസാക്ഷി അഴീക്കോടന്റെ വിധവ മീനാക്ഷി ടീച്ചറെ അവരുടെ അനുഗ്രഹം വാങ്ങി ശേഷമാണ് പിതാവ്. മറ്റൊരു വാർത്തയിലേക്ക്. ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. ചർച്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ പാണക്കാട് ഹൈദരാലി തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. സാഹചര്യത്തിൽ ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് BJPക്കെതിരെ ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന 2 സ്ഥാനങ്ങൾ ഒഴിവ് വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിൻ്റെ 2 സീറ്റുകളിൽ മലപ്പുറത്ത് നമ്മുടെ ബഹുവന്ദരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ സാഹിബുമായിരിക്കും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. തമിഴ്നാട് രാമനാഥപുരം കോൺസ്റ്റിറ്റ്യുവൻസി IUML കാൻഡിഡേറ്റ് നവാസ് ഗനിയാണ് തമിഴ്നാട് സ്ഥാനാർത്ഥി. രാമനാഥപുരം മണ്ഡലം ആയിരിക്കും എന്ന് ഇവിടെ ഞാൻ പറയുകയാണ്. As far as Tamil Nadu is concerned, we have yet to sign with the DMK. Only after the signing with the DMK we can announce that. ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടതാണ്. ഇപ്പോൾ അല്പം മുമ്പ് പ്രതികരണമാണ് നമ്മൾ നൽകിയത്. ഇപ്പോൾ P. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക് സംരക്ഷിതരായിട്ട് ശക്തമായിട്ട് നിലപാട് RSS 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രൊഫസർ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി 20 കൊല്ലം മുമ്പ്. ആ സമയത്താണ് 99 തിരുവോണ ദിവസം വീട്ടിൽ കയറി അത് RSS ആണ് എന്ന് അറിയാം. ഇക്കാലത്ത് തുറന്നിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ നിലക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഞാൻ നടത്തുന്ന വർഗീയ തീവ്രവാദ ശക്തികൾ ഏതെല്ലാം നിലക്ക് എതിർത്താലും മതനിരപേക്ഷ എല്ലാ ജനങ്ങളും എന്നെ പിന്തുണ RMPയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ പിന്തുണ കൊടുക്കുമെന്നുമാണ് അതിൽ വളരെ വ്യക്തിപരമായ രീതിയിലേക്കാണ് ആ സാധനങ്ങൾ. ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ വ്യക്തികൾ അവരവരെ ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതികൾ പകരം വ്യക്തിവിരോധമാണ് പ്രകടിപ്പിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള വടകര മണ്ഡലത്തിലെ ജനങ്ങൾ അത് ശരിക്കുന്നില്ല. വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജനാണ് മാധ്യമങ്ങൾ മുന്നിൽ പ്രതികരിച്ചത്.
ആദ്യ പ്രതികരണമാണ് അദ്ദേഹം പി ജയരാജൻ നടത്തിയത്. അതായത് വടകര മണ്ഡലം LDF തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പി ജയരാജൻ പറഞ്ഞത്. അതായത് ശക്തനായ പോരാളി, പാർട്ടിയിലെ ശക്തനായ പാർട്ടി നേതാവ് പി ജയരാജനെ തന്നെയാണ് വടകര മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇടതുമുന്നണി CPIM നിയോഗിച്ചിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.